എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേശു മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരനാം വന്ദ്യനാം നായകൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിതുണ, എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശു രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 104 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടു. അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഒരു ദിവസം കൂടി ദാനമായി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേക കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത അവസ്ഥകളിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയെങ്കിലും ഇത്രത്തോളം അടിയങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും തന്ന് ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു മകൻ ഭാഗ്യം അടിയങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ സകല ജനവും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമേ നാഥാ. കർത്താവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന നാഥാ. വിവിധ വിഷയങ്ങളിൽ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന ഓരോ മക്കൾക്കും യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്നരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ച് യേശുവിന്റെ രക്ത സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ നാഥ. യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരിക്കണപ്പാ. കർത്താവേ, ദൈവത്തിന്റെ കൽപ്പനകളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട്, അപ്പം നുറുക്കൽ, കൂട്ടായ്മ, ആചരണം, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം മറ്റുള്ളവരോട് അറിയിക്കുന്ന അപ്രകാരം ദൈവവചനത്തിൽ കാണപ്പെടുന്ന സകല കൽപ്പനകളും അനുസരിച്ച് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്ന് ഞാൻ നിനക്ക് പുതിയൊരു കൽപ്പന തരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ
ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കണം, മാനിക്കണം. വിവിധ വിഷയങ്ങളുമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവെ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും യേശു കർത്താവിന് സമാധാനം നൽകുവാൻ കഴിയുമല്ലോ നാഥ. കർത്താവെ, യേശുവിലൂടെ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അടിയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണല്ലോ നാഥ. സൗഖ്യം തരുവാനും ശക്തനായ ദൈവം എൻ്റെ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നു നാഥ. നിന്റെ പാപം എത്ര കടുച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നരളി ചെയ്ത കർത്താവേ, ജീവിതത്തിലെ പാപം കാരണം വന്നുപോയിട്ടുള്ള സകല രോഗങ്ങളെ ക്ഷമിക്കണം കർത്താവേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നിത്യനരകത്തിലേക്ക് കടന്നു പോകാതെ വണ്ണം കർത്താവേ, പാപങ്ങൾ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുറന്ന ദൈവ ഭയത്തോടെ ജീവിപ്പാൻ. ഹല്ലേലൂയ, ആമേൻ. ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ ഉപായത്താൽ ഹൗവയെ ഏദൻ തോട്ടത്തിൽ ചതിച്ചതുപോലെ ഇന്നാളുകളിൽ ദൈവ മക്കളെ ഏതു വിധേനയും ചതിച്ച് ആ നിത്യജീവന്റെ വഴിയിൽ നിന്ന് തിരിച്ച് നിത്യ നരകത്തിന്റെ പാതയിലേക്ക് തിരിക്കുവാനായി ഹല്ലേലൂയ പതിയിരിക്കുന്നതായ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ കർത്താവേ, അപ്പാ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വചനമാകുന്ന സർവായുധ വർഗം ധരിപ്പാനുള്ള കൃപ അങ്ങ് പകർന്നു തരണം അപ്പാ. കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവേ, പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിന്ന് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ പാടിയങ്ങളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുള്ളു സകലരും നിത്യജീവൻ ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ. കൃപയാലും കരുണയാലും മറച്ചുള്ളു യേശുവിന്റെ സമാധാനത്താൽ നിറയ്ക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.